അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് ചേട്ടാ റീടേക്ക്. മോളിനി നിർത്തിക്കോ, പരിപാടി നിർത്തണേ നല്ലത്. എന്തിന്? ഇനി എത്ര ടൈക്ക് എടുത്താലും ഇത് ശരിയാവൂല. ഞാൻ ഇന്നൊരു ഉള്ളിയോടാ നമുക്ക് കഴിക്കാൻ. എത്ര മണിക്കാ കഴിച്ചത്? അത് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയതിനു ശേഷം ഞാൻ കഴിച്ചേ. അതാ കുഴപ്പം. പക്ഷേ സമയം തെറ്റി കഴിച്ചാൽ നമുക്ക് ദഹനം കറക്റ്റ് ആവൂല. മനസ്സിലായില്ലേ? ദഹനത്തിന്റെ പ്രശ്നമാണത്. അല്ല, ഇപ്പൊ ദഹനത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് കഴിച്ച് മാറ്റാനല്ലേ പറ്റുള്ളൂ. അല്ല, മരുന്ന് കഴിച്ച് മാറ്റാനല്ല. അതായത് അതിൽ കുറെ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കറക്റ്റ് ഒരു രൂപരേഖ അങ്ങോട്ട് പറഞ്ഞുതരാം. ദഹനത്തിന്റെ എവിടെ നടക്കുന്നു, എങ്ങനെ നടത്തുന്നു, എന്തുകൊണ്ട് നടക്കുന്നു തുടങ്ങിയൊക്കെ തരും. കൃത്യമായിട്ട് ഞാൻ എന്റെ പാട്ടിലൂടെ ഞാൻ തരും. ദൈവമേ, പാട്ടുണ്ടോ? അജു കേട്ടിട്ടില്ലല്ലോ പാട്ട്? അജു നിങ്ങളുടെ പാട്ട് ആദ്യമായിട്ടാ. അപ്പൊ അത് അതെ, ഒരു ഹെൽത്ത് അവയർനെസ് സോങ് കൊടുക്കാം. ഓക്കെ. നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം സായന്ത് മോൻ തിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. സായന്ത് മോൻ തിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുതാ. രോഗം രോഗം വയറിനടിയിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു.